ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് തൂക്കി ഒരു എയർ വെച്ച് കൊടുത്ത്. ഞാൻ അതിൻ്റെ ലൈവെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ആൾക്കാരൊന്നും അധികം കണ്ടില്ല. അത് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്താലേ കൂടുതൽ ആൾക്കാരിലോടൊക്കെ നമ്മുടെ ലൈവൊക്കെ പോവുള്ളൂ, വീഡിയോസും അതുപോലെ തന്നെ. ചാനൽ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടിയിട്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡോഗീസിന് ഭക്ഷണം കൊണ്ട് പോകാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ചെയ്യണേ. വീഡിയോസ് കാണുമ്പോൾ, ലൈവ് എന്തെങ്കിലും കാണുമ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല, പക്ഷേ പിന്നെ പറ്റുന്നത് പോലെയൊക്കെ ഇടുന്നുണ്ട്. ഇത് ചോറ് ആരോ രാവിലെ കൊണ്ട് തട്ടി വെച്ചേണേ, കറിയൊന്നുമില്ല, അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് മുന്നേ ഞാൻ കുറേ ചോറ് കൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തു, അപ്പോൾ അതും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടും വെറും ചോറായതുകൊണ്ട് അതിന് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നാൽ ഇപ്പോൾ കുറച്ച് ഈ ചിക്കൻ്റെ സൂപ്പ്, പൂച്ചകളുണ്ടല്ലോ അതിന് ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ സൂപ്പെല്ലാം ഇതിനുള്ള ചോറിൽ കുഴച്ച് കൊടുക്കാൻ, ആ സൂപ്പ് കൊണ്ടുവന്ന് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിച്ച് കൊടുത്തു. അങ്ങനെയാണ് അത് അപ്പോഴപ്പോഴേ പോയിട്ട് കുറേശ്ശെ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് കാക്കയോ പ്രാവൊക്കെ കഴിക്കും. പ്രാവിനൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ ഗോതമ്പ് അങ്ങനെയൊക്കെ കൊടുക്കും. ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തെങ്കിലും ഇതുപോലെ വേസ്റ്റ് ഇങ്ങനെ ചോറ് കൊണ്ടുവന്ന് ഇടും, അത്ര തന്നെ. അതവർക്ക് കഴിക്കാൻ പറ്റില്ല, പിന്നെ നിവർത്തിയില്ല. അത് ഞാനിനി ഒരു 2-3 വർഷം കൂടെ ഇവിടെ കാണും. ഇതാണ് നമ്മളെ ബിൽഡിങ്ങുകൾ. ഇവിടുത്തെ ഫ്ലാറ്റുകൾ പോലത്തെ ബിൽഡിങ്ങാണ്, പക്ഷേ ഇതിൽ ലിഫ്റ്റ് ഒന്നുമില്ല. 4 നിലയുണ്ട്, നമ്മളതിൽ നടന്ന് കയറണം. അത് തന്നെ. അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ആൾക്കാർ ചോറൊക്കെ കൊണ്ടുവന്നിടും. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ചിക്കൻ്റെ സൂപ്പ് ഒഴിച്ച് കൊടുക്കും. നമ്മളെ പൂച്ചയ്ക്ക് വേവിക്കുന്നതിൻ്റെ വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് സൂപ്പ് പോലെ ആക്കും. അപ്പോഴേ ഇവർക്ക് ചോറിലൊക്കെ കുഴച്ച് വെച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ കിടപ്പ് കണ്ടോ? ഇതിനൊന്നും ഇങ്ങനെ അധികം ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നെക്കുറിച്ച് ഇവർ മനസ്സിൽ നന്നായിട്ട് നന്ദിയോടെ, ഇവർക്ക് ഓർത്തെടുക്കാൻ കഴിവുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നന്ദിയോടെ ഓർക്കുള്ളൂ. കാരണം ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും. കാരണം ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷേ ഇവരെ ആരും ഗൗനിക്കുന്നില്ല. ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സമയം ചെലവഴിക്കാനോ ഒന്നും ആർക്കും നേരമില്ല. ഇവരൊന്നും ആരുടെയും ചിന്തയിലൊന്നും ഇങ്ങനെ വരത്തില്ല. ഒരു ബൈബിൾ വചനമുണ്ട്, ദൈവമേ നിൻ്റെ ചിന്തയിൽ വരാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളതെന്ന്. അതുപോലെയാണ് മനുഷ്യൻ്റെ ചിന്തയിൽ വരാൻ, ദൈവത്തിൻ്റെ ചിന്തയിൽ വരാൻ മനുഷ്യനെന്ത് യോഗ്യതയുണ്ട് എന്ന്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ ചിന്തയിൽ വരാൻ മനുഷ്യനെന്ത് യോഗ്യതയുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തയിൽ വരാൻ ഈ നായ്ക്കൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. ആരും ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവരെങ്ങനെയോ ജീവിച്ചു പോട്ടെ, ഒരു ജീവിവർഗം എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറയുമെങ്കിൽ കീലേ മക്കോടെ എന്ന് പറയും. എന്ന് വെച്ചാൽ പുഴുക്കളും കീടങ്ങളും. അതിൻ്റെ കൂടെ ആൾക്കാർ ഇവരെ ഗണിക്കുന്നുള്ളൂ. അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുമെങ്കിൽ പോട്ടി ഇങ്ങനെ നടന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഇവരുടെ ജീവനും ജീവിതത്തിനും. എവിടെയെങ്കിലും എടുത്തുകൊണ്ട് കളയട്ടെ, അങ്ങനെയാണ് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത്. ലൈക്ക് ചെയ്യണേ. ഞാൻ വെറുതെ ആദ്യം വിചാരിച്ച് ഞാൻ പോയി ഉറങ്ങാമെന്ന്, പിന്നെ വിചാരിച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ താഴെ ഉള്ളതുകൊണ്ട് വന്ന് ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എടുത്തിടുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു വിഷയം പറയാനായിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ഇവരുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു. കമൻ്റ് ഇടാമോ? ആരെങ്കിലും ഉണ്ടോ? ടോപ്പ് മെസ്സേജസ്. ഷോ എവരി മെസ്സേജ് ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ. ഒരു മെസ്സേജും വരുന്നില്ലല്ലോ. ചാറ്റ് ഫിൽറ്റർ.
മെസ്സേജ് ഒന്നും കിട്ടുന്നില്ല, ആരും മെസ്സേജ് ഇടുന്നില്ല എന്ന്